5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു റവ ദോശയും കൂടെ നല്ല ടേസ്റ്റിയുള്ള ഒരു തേങ്ങാ ചമ്മന്തിയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പുമാ റവയാണ് എടുത്തിരിക്കുന്നത്. വളരെ ഈസി, 2-3 മിനിറ്റ് മതി ഇത്. അപ്പോൾ ഇതിനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. പിന്നെ അതിൻ്റെ കൂടെ 1/2 ഗ്ലാസോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രം മതിയാവും ഇതിന്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം, സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ 1 ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിന് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. 1 മുറി തേങ്ങ, 2-3 കഷ്ണം ചുമന്നുള്ളി ചേർക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇത് വെള്ളമില്ലാതെ നന്നായിട്ട് നമ്മൾ കട്ടി ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കേണ്ട ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. ഇത് ഉരുട്ടി ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ കല്ലിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് ദോശ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്താണ് തയ്യാറാക്കുന്നത് എന്നുള്ള അരച്ച മാവോ അല്ലെങ്കിൽ ഒന്നും തയ്യാറായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സാധാരണ ദോശ പരത്തുന്ന പോലെ നമുക്കിതൊന്ന് അല്പം പരത്തി കൊടുക്കാം. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കുക. അരി അരയ്ക്കുകയോ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് വരുന്നില്ല. അപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡും ഒന്ന് മൂപ്പിച്ച് നമുക്കെടുക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് തയ്യാറാക്കാം. ഒരു 6 ദോശ അതേ 1 ഗ്ലാസ് റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. തീ അല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ റവ ദോശയും കൂടെ ഒരു നല്ല കട്ടി ചമ്മന്തി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.